നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 18ാമത്തെ ദിവസമായില്ലേ. അപ്പൊ ഡയറക്റ്റ് ഇന്നലത്തെ ബാക്കി കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പൊ നമ്മൾക്ക് ഇന്നലത്തെ ബാക്കി കഥയിലോട്ട് നേരിട്ട് പോവാം അല്ലേ. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമനും സുഗ്രീവനും സഖ്യം ചെയ്ത് അന്യോന്യം വാക്ക് കൊടുത്തു അല്ലേ. തങ്ങളുടെ ഭാര്യമാരെ രക്ഷിക്കാൻ പരസ്പരം സഹായിക്കാം എന്നുള്ളത് വാക്ക് കൊടുത്തു. എന്നിട്ട് എന്തായി, ആദ്യം തന്നെ സുഗ്രീവന്റെ ആവശ്യം നിറവേറ്റി കൊടുത്ത് ആ രാജ്യം നേടിക്കൊടുത്താലേ പിന്നെ സുഗ്രീവന്റെ രാജ്യവും സൈന്യവും കൊണ്ട് രാവണനോട് പോയി യുദ്ധം ചെയ്ത് സീതാദേവി അവിടുന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ബാലിനെ വധിക്കാനുള്ള നടപടികൾ നോക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സുഗ്രീവനും ശ്രീരാമനും ഒക്കെ കൂടി ഇങ്ങനെ ഹനുമാനും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് അവര് ഒരു പോംവഴി കണ്ടെത്തുകയാണ്. എന്നിട്ട് സുഗ്രീവൻ ബാലിയുടെ അടുത്ത് പോയിട്ട് യുദ്ധത്തിന് വരാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് എന്നെ പേടിച്ച് മലയുടെ മുകളിൽ പോയിരിക്കുന്നവ എന്നെ യുദ്ധത്തിന് വന്ന് വെല്ലുവിളിക്കുന്നു. എന്താ അവന് വിനാശകാലി വിപരീത ബുദ്ധി എന്നല്ലേ പറയാ. അവന്റെ വിനാശം എടുത്തു, ഞാൻ ഇതാ പോണു യുദ്ധത്തിന് എന്ന് പറഞ്ഞിട്ട് ബാലി എന്ത് ചെയ്തു, ബാലി സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ പോയി. ബാലിക്ക് ധൈര്യം കുറഞ്ഞിട്ടുള്ള ഒരു സമയമില്ല. പരാജയം എന്താണ് എന്നുള്ളത് ബാലി അറിഞ്ഞിട്ട് പോലും ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലിക്ക് ലഭിച്ചിട്ടുള്ള വരം എന്താണ് എന്നുള്ളത്. തൻ്റെ മുന്നിൽ തന്നോട് യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്ന വ്യക്തിയുടെ പകുതി ശക്തിയും ബാലിക്ക് കിട്ടും. ആ സമയത്ത് തൻ്റെ ശക്തിയും അയാളുടെ പകുതി ശക്തിയും കൂടി ആകുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ എത്ര പെട്ടെന്ന് വേണമെങ്കിലും തോൽപ്പിക്കാലോ ബാലിക്ക്. അതുകൊണ്ട് ആരും ബാലിയെ വെല്ലുവിളിക്കാൻ അങ്ങനെ പോവാറേ ഇല്ല. ബാലിനെ വെല്ലുവിളിക്കാൻ പോകുന്നത് വിഡ്ഢിത്തം ചെയ്യാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പൊ സുഗ്രീവൻ എന്ത് ചെയ്തു, വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് പോയി ബാലിനെ വെല്ലുവിളിച്ചിട്ട് അവർ രണ്ടുപേരും യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ പിന്നില് ബാലിയെ വധിക്കാൻ ഒരു പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും ഒക്കെ കൂടിയിട്ട്. അപ്പൊ ആ പ്ലാൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ബാലിനെ വെല്ലുവിളിച്ച് ഇപ്പം സുഗ്രീവനും ബാലിയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ സുഗ്രീവൻ എന്ത് ചെയ്തു, ബാലിന്റെ നെഞ്ചിന് പോയി ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ആകെ കൂടെ ബാലിക്ക് അങ്ങോട്ട് ദേഷ്യം കയറി വന്നിട്ട് ചറപ്പറവോന്ന് രണ്ടുപേരും അങ്ങോട്ട് ഇടിയായി തുടങ്ങി. അങ്ങനെ നിർത്താതെ ഇടിയായിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് സുഗ്രീവൻ ഇങ്ങനെ രാമനെ നോക്കുകയാണ്. അവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം രാമൻ എന്തോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ് ശ്രീരാമനെ സുഗ്രീവൻ. മുഖത്തേക്ക് ബാലി ഒരു ഇടിയും കൂടിയൊക്കെ കൊടുത്തപ്പോഴേക്ക് ചോരയൊക്കെ ഛർദ്ദിച്ച് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ അവിടുന്ന് ഓടി ജീവനും കൊണ്ട് ഋഷിമുഖാചലത്തിന്റെ മുകളിലേക്ക് തന്നെ ഓടിക്കേറി രക്ഷപ്പെടാണ്. ഈ യുദ്ധം നടക്കുന്നതൊക്കെ ഒരു മരത്തിന്റെ പിറകിലിരുന്ന് ശ്രീരാമൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ അവരുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആയില്ല. അതിനെന്താണ് കാരണം, എന്താണ് അവര് പ്ലാൻ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ബാലിയും സുഗ്രീവനും യുദ്ധം ചെയ്യുന്ന സമയത്ത് ശ്രീരാമൻ മരത്തിന്റെ പിറകിൽ നിന്ന് ഒരു ഒളിയമ്പ് ചെയ്ത് ബാലിയെ വധിക്കാം എന്നുള്ളതാണ്. പക്ഷെ ശ്രീരാമൻ അത് ചെയ്യാൻ ഇപ്പൊ കഴിഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാൽ ബാലി സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരല്ലേ. അവർ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് ആരാണ് സുഗ്രീവൻ ആരാണ് ബാലി എന്നുള്ളത് ശ്രീരാമന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പൊ ശ്രീരാമൻ അമ്പ് ചെയ്യുമ്പോ അറിയാതെ സുഗ്രീവന്റെ മേലത്ത് തട്ടിയാലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, ശ്രീരാമന് അമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് ബാലിയെ വധിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് സുഗ്രീവൻ ആകെ വിഷമായിട്ട് ഭഗവാനോട് വന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ സുഗ്രീവ നിനക്കൊരു മാല ഇട്ട് തരാം. ആ മാല കഴുത്തിൽ ഇട്ടുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. അപ്പൊ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ഒരു ഉപാധി ആയല്ലോ. അപ്പൊ അങ്ങനെ ബാലിയെ വധിക്കാൻ കഴിയും. അടുത്ത ദിവസം ബാലി ഒന്നും കൂടി പോയിട്ട് വെല്ലുവിളിച്ചിട്ട് വരൂ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. ആര്, ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു. എന്നിട്ടോ സുഗ്രീവൻ എന്ത് ചെയ്തു, അടുത്ത ദിവസം പോയിട്ട് ബാലിനെ പിന്നെയും വെല്ലുവിളിക്കുന്നു. ബാലിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു വട്ടം ഇവൻ എന്നെ വെല്ലുവിളിച്ചിട്ട് എന്നെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇനി ഇവൻ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഇങ്ങനെ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന്റെ മരണത്തെ തന്നെയാണല്ലോ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലി സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ പോവാൻ നിൽക്കായിരുന്നു. ആ സമയത്ത് ബാലിയുടെ ഭാര്യ താരാദേവി ബാലിയോട് വന്ന്
പറയാണ്. എന്താണ് പറയുന്നത്? ഒരു വട്ടം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് പോയിട്ട് രണ്ടാമത് പിന്നെയും ഇതുപോലെ വന്ന് വെല്ലുവിളിക്കണം എന്നുണ്ടെങ്കിൽ സുഗ്രീവന്റെ കൂടെ സാധാരണ അല്ലാത്ത എന്തോ ഒരു ശക്തി ഉണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ തന്നെ എന്താണ് എടുത്തു ചാടി സുഗ്രീവനോട് യുദ്ധം ചെയ്യാൻ വെല്ലുവിളി സ്വീകരിച്ച് പോവണ്ട എന്ന് താര പറയാണ്. അപ്പൊ എന്താ നീ പറയുന്നത്? എന്നെ തോൽപ്പിക്കാനൊന്നും അവനെ കൊണ്ട് കഴിയില്ല എന്നറിയില്ല എന്നൊക്കെ ബാലി പറഞ്ഞപ്പോഴേക്കും പിന്നെയും താര പറയാണ്, അംഗദം പറഞ്ഞറിഞ്ഞതാണ് ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരാണ്. സുഗ്രീവനെ സഹായിക്കാൻ ശ്രീരാമൻ എത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെ സുഗ്രീവനെ സഹായിക്കാൻ ശ്രീരാമൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമൻ അങ്ങയെ വധിക്കാൻ ശ്രമിക്കും. അതിനെക്കാട്ടിലും നല്ലത് എന്താണ്, സുഗ്രീവൻ ഇപ്പൊ യുവരാജാവാക്കിയിട്ട് അങ്ങയുടെ കൂടെ കൂട്ടു, എന്നിട്ട് ശ്രീരാമന്റെ കൂടെ എന്താണ് നമ്മൾക്ക് ശരണം പ്രാപിക്കാം. എന്നിട്ട് ശ്രീരാമനെ തന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനായിട്ട്, സീതാദേവി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്കും സഹായിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ജീവനും നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ താരാദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഈ ശ്രീരാമൻ അവിടെ വന്ന കാര്യം പലരും അറിഞ്ഞിട്ട്, കൊട്ടാരത്തിൽ അറിഞ്ഞിട്ടാണ് താരാദേവി ഇതിങ്ങനെ ബാലിയോട് പറഞ്ഞു കൊടുക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി, നമ്മൾ നേരത്തെയും പറഞ്ഞില്ലേ. ഇപ്പം ബാലി എന്താണ്, അത് സുഗ്രീവനാണ് അങ്ങനെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞിട്ടാണ് ബാലി യുദ്ധം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ശരിക്കും ഇവിടെ വിപരീത ബുദ്ധി വന്നത് ആർക്കാണ്? ബാലിക്കാണ്. കാരണം ബാലിയുടെ വിനാശം അടുത്തു. താരാദേവി പറയുന്നത് ഒന്നും വകവെക്കാനായിട്ട് നിൽക്കാതെ ബാലി എന്ത് ചെയ്തു? നേരെ സുഗ്രീവന്റെ വെല്ലുവിളി സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെയും ഘോര യുദ്ധം നടന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്ക് സുഗ്രീവൻ ക്ഷീണിതനാവുന്നത് കണ്ടപ്പം ശ്രീരാമൻ എന്ത് ചെയ്തു? ആ മരത്തിന്റെ പിറകുന്ന ഒരു അമ്പെടുത്ത് അങ്ങട് തൊടുത്തു. അത് നേരെ ബാലിയുടെ നെഞ്ചിൽ കൂടെ കയറി തറക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ പിന്നെ ബാലിയുടെ കണ്ണ് അടഞ്ഞു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബാലി കണ്ണ് തുറക്കുമ്പോണ്ട് തൻ്റെ അടുത്ത് രണ്ട് ജടാധാരികൾ വന്ന് നിൽക്കുന്നു. അപ്പൊ ബാലിക്ക് മനസ്സിലായി ശ്രീരാമനും ലക്ഷ്മണനുമാണ്, ശ്രീരാമനാണ് തന്നെ അമ്പ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ബാലി ചോദിച്ചു, ശ്രീരാമ, ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? അങ്ങ് നീതിയാണോ പുലർത്തിയത്? അങ്ങ് എന്റെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്ത് എന്നെ വധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങ് എന്തിനാണ് ഒളിയമ്പ് ചെയ്ത് എന്നെ വധിച്ചത്? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ അങ്ങയോട് എന്ത് ദ്രോഹ ചെയ്തത്? രാവണനെയൊക്കെ വധിക്കാനും തോൽപ്പിക്കാനും എനിക്ക് എത്രയോ പെട്ടെന്ന് കഴിയും. അങ്ങക്ക് എന്നോട് സഹായം തേടിക്കൂടെ? ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നില്ലേ? വേണ്ട രീതിയിൽ സൽക്കരിക്കുമായിരുന്നില്ലേ? എന്തിനാണ് അങ്ങ് ഇപ്പൊ ഇങ്ങനെ എന്നെ വധിച്ചത്? എന്ത് അനീതിയാണ് അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്താണ് ബാലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമനോട്. അപ്പൊ ശ്രീരാമൻ പറയാണ്, അങ്ങക്ക് അറിയാലോ, എൻ്റെ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അധർമ്മം ചെയ്യുന്നവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അങ്ങ് ചെയ്തിരിക്കുന്ന അധർമ്മം എന്ന് പറയുന്നത് തൻ്റെ അനുജന്റെ പത്നിയെ തൻ്റെ കൂടെ വസിക്കാൻ നിർബന്ധിതയാക്കുക എന്നുള്ളതാണ് അങ്ങ് ചെയ്ത തെറ്റ്. അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് നമ്മളുടെ ഭൂലോകത്തിലുള്ള മറ്റൊരാളുടെ പത്നിയെ തൻ്റെ കൂടെ വസിപ്പിക്കുക എന്നുള്ളത്. അപ്പം ആ തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് അങ്ങേക്കിപ്പം ഈ മരണത്തെ നേരിടേണ്ടി വരുന്നത് എന്ന് ശ്രീരാമൻ പറയുകയാണ്. അപ്പൊ ബാലിക്ക് തൻ്റെ തെറ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ്. പിന്നെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, ഈ ബാണം ഒന്ന് ഊരിയെടുത്ത് എൻ്റെ പ്രാണനെ മോക്ഷം നൽകിയാലും എന്ന് പറഞ്ഞിട്ട് ബാലി പറഞ്ഞ് തൊഴുന്ന സമയത്ത് ശ്രീരാമൻ ആ ബാണം ഊരിയെടുത്ത് ഇങ്ങനെ തലോടി കൊടുക്കുകയാണ്. ആ സമയത്ത് താരാദേവി വന്നിട്ട് കരഞ്ഞ്, ആ മൃതശരീരവും പിടിച്ച് കരഞ്ഞ്, ഞാനും എൻ്റെ പുത്രനും ഇനി അനാഥരാവില്ലേ, അല്ലയോ ശ്രീരാമ, എൻ്റെയും കൂടി ഒരു ബാണം തൊടുത്ത് വധിച്ചാലും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, ശ്രീരാമൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് താരാദേവിക്ക്. താരാദേവി നല്ല തത്വബോധമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് ദേവിക്ക് കഴിഞ്ഞു. പിന്നീട് ബാലിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്തിട്ട് സുഗ്രീവനെ അവിടുത്തെ രാജാവാക്കി ബാലിയുടെ മകനായിട്ടുള്ള അംഗദനെ യുവരാജാവാക്കിയിട്ട് ലക്ഷ്മണൻ പട്ടാഭിഷേകം ചെയ്യുകയാണ്. ശ്രീരാമൻ അത് ചെയ്യാൻ കഴിയില്ല. കാരണം 14 വർഷം യാതൊരു കൊട്ടാരത്തിലും ഒന്നും പാടില്ല, വനവാസാണ് അല്ലേ. അപ്പം കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വരാൻ ശ്രീരാമന് പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്മണനാണ് ഈ ചടങ്ങുകളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്ഫടികം കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു ഗുഹയിൽ താമസിക്കാനായിട്ട് ശ്രീരാമനോടും ലക്ഷ്മണനോടും ആര് കാണിച്ചു കൊടുക്കുകയാണ്? സുഗ്രീവൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സുഗ്രീവൻ സന്തോഷത്തോടെ രാജ്യം ഭരിക്കുകയാണ്. കുറെ കാലം തൻ്റെ ഭാര്യയൊക്കെ തിരിച്ചു കിട്ടി. എന്നിട്ട് അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം. എന്നിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടും എന്താണ്, സീതാദേവി അന്വേഷിക്കാൻ പോകാനുള്ള ഒരു കൂട്ടും സുഗ്രീവൻ പറയുന്നത് ശ്രീരാമൻ കേൾക്കുന്നില്ല. അപ്പൊ ശ്രീരാമൻ ഇങ്ങനെ വിഷമാവാണ്. സീതാദേവി എന്താണ് ജീവനോടെ ഉണ്ടോ മരിച്ചിരിക്കോ എന്നുള്ളത് പോലും ശ്രീരാമൻ അറിയുന്നില്ല. അപ്പം ഇത്രയും സർവജ്ഞാനിയായിട്ടുള്ള സർവജ്ഞൻ
സർവശക്തനായ ഭഗവാന് സീതാദേവിയുടെ വിരഹം കൊണ്ട് എത്ര വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ലക്ഷ്മണൻ മനസ്സിലാക്കിയിട്ട് ലക്ഷ്മണൻ എന്ത് ചെയ്യാണ്, അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് നേരെ സുഗ്രീവന്റെ അടുത്ത് പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതേസമയം ഹനുമാൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ സുഗ്രീവൻ ഇങ്ങനെ എന്താണ് ആർഭാടത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമസ്വാമി അവിടെ എന്താണ് തിരിച്ചുള്ള പ്രതിഫലമായിട്ടുള്ള സഹായം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഇങ്ങനെ ആർഭാടത്തിൽ എന്താണ് സുഗ്രീവൻ രാജ്യം ആസ്വദിച്ച് ജീവിക്കുന്നത് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഹനുമാൻ സ്വാമി സുഗ്രീവനോട് പറഞ്ഞു, നോക്കൂ, ശ്രീരാമസ്വാമിക്ക് കൊടുത്ത വാക്ക് മറന്നു പോവാണോ, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സുഗ്രീവനെ തന്റെ തെറ്റ് മനസ്സിലായി. അപ്പൊ തന്നെ ഒരു 10,000 വാനരന്മാരൊക്കെ കുറേ പണികളൊക്കെ ഏൽപ്പിച്ചു. യുദ്ധത്തിന് വേണ്ട പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ സീതാദേവിയെ തിരയാൻ പോവാനുള്ള കാര്യങ്ങൾ, ഓരോ ദൗത്യങ്ങളും ഓരോ വാനരന്മാരെ ഏൽപ്പിച്ച് എല്ലാത്തിനും നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഹനുമാനെയും ഏൽപ്പിച്ചു സുഗ്രീവൻ. എന്നിട്ടോ ലക്ഷ്മണൻ അതേസമയം ഇവിടെ എത്തുന്നുണ്ട്, കിഷ്കിന്ധയിൽ രാജ്യത്തിൽ വന്നിട്ട് എന്താണ് വരുമ്പോൾ തന്നെ വന്നിങ്ങനെ ഈ ഞാണൊക്കെ വലിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അങ്കദനാണ് അവിടെ മുന്നിൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്കദൻ ഇതൊക്കെ കണ്ട് പേടിക്കുകയാണ്. ലക്ഷ്മണൻ ദേഷ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ഞാണൊക്കെ വലിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്കദനോട് എന്താണ് സുഗ്രീവനെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ പറയാണ്. എന്നിട്ട് ലക്ഷ്മണൻ എന്താണ് അവിടെ നിന്ന് ഇങ്ങനെ സുഗ്രീവനോട് ചോദിക്കാൻ പോവാണ്, എന്താണ് തിരിച്ചുള്ള സഹായത്തെക്കുറിച്ച് മറന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഇന്നത്തെ കഥ ഇവിടം വരെ ഇരിക്കട്ടെ. ബാക്കി കഥ നമുക്ക് നാളെ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.